ജനുവരി മുതൽ ജൂലൈ വരെയുള്ള IMDbയുടെ ജനപ്രിയ സിനിമകളുടെ ലിസ്റ്റ് പുറത്തു വന്നിരിക്കുകയാണ്. ജനപ്രീതി ഏറ്റവും കൂടുതൽ നേടിയ 10 ഇന്ത്യൻ ചിത്രങ്ങളുടെ ലിസ്റ്റാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഹിന്ദിയിൽ നിന്ന് 6 സിനിമകൾ ഇടം പിടിച്ച പട്ടികയിൽ തമിഴിൽ നിന്ന് 3 ചിത്രങ്ങൾ എത്തിയിട്ടുണ്ട്. ഇക്കൂട്ടത്തിലാണ് മലയാളത്തിൽ നിന്ന് ഒരു ചിത്രം സ്ഥാനം നേടിയിരിക്കുന്നത്. പ്രഖ്യാപന സമയം മുതൽ തിയേറ്ററുകളിൽ എത്തുന്നതുവരെ ഏവരും പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രമാണ് ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എമ്പുരാൻ. മുരളി ഗോപിയുടെ തിരക്കഥയിൽ പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രമായ എമ്പുരാനാണ് മലയാളത്തിൽ നിന്നുള്ള ഒരേയൊരു എൻട്രി. നിലവിൽ 7ാം സ്ഥാനത്താണ് എമ്പുരാൻ നിൽക്കുന്നത്. മാർച്ചിൽ പുറത്തിറങ്ങിയ ചിത്രം സമ്മിശ്ര പ്രതികരണങ്ങളാണ് നേടിയത്. എന്നാൽ ആഗോളതലത്തിൽ നിന്ന് 300 കോടിയോളം രൂപയാണ് ചിത്രം നേടിയത്. വിക്കി കൌശൽ നായകനായി എത്തിയ ഹിറ്റ് ചിത്രം ഛാവയാണ് ഈ ലിസ്റ്റിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. 557 കോടി രൂപയാണ് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ചിത്രം നേടിയത്. മികച്ച പ്രതികരണം നേടിയ ചിത്രത്തിലെ വിക്കി കൌശലിന്റെ പ്രകടനവും ഏറെ ചർച്ചയായിരുന്നു. ഈ ഘടകങ്ങളൊക്കെയും ചിത്രത്തിന്റെ കളക്ഷനിലും അനുകൂലമായി പ്രതിഫലിച്ചു. പ്രദീപ് രംഗനാഥൻ ചിത്രമായ ഡ്രാഗൺ ആണ് 2ാം സ്ഥാനത്ത് നിൽക്കുന്നത്. അശ്വത് മാരുമുത്തു സംവിധാനം ചെയ്ത ചിത്രം ബോക്സ് ഓഫീസിൽ നിന്നും 100 കോടിക്ക് മുകളിലാണ് നേടിയത്. തിയേറ്ററിൽ വേണ്ട വിജയം നേടാൻ കഴിയാതെ പോയ റോഷൻ ആൻഡ്രൂസ് ചിത്രം ദേവിയാണ് ജനപ്രീതിയിൽ 3ാം സ്ഥാനത്ത് നിൽക്കുന്നത്. അജയ് ദേവ്ഗൺ ചിത്രം റേ 2 ആണ് പട്ടികയിൽ 4ാം സ്ഥാനത്തുള്ളത്. ബോക്സ് ഓഫീസിലും ചിത്രം മികച്ച വിജയം നേടിയിരുന്നു. അതേസമയം തിയേറ്ററുകളിൽ പരാജയമായ കാർത്തിക് സുബരാജ് സൂര്യ ചിത്രം റെട്രോ പട്ടികയിൽ 5ാം സ്ഥാനത്തുണ്ട്. വലിയ കളക്ഷൻ നേടാനായില്ല എന്ന് മാത്രമല്ല വിമർശനങ്ങൾ അടക്കം ഏറ്റുവാങ്ങിയാണ് റെട്രോ തിയേറ്ററുകൾ വിട്ടത്. ദ ഡിപ്ലോമാറ്റ്, സിതാരെ സമീൻ പർ, കേസരി ചാപ്റ്റർ 2, വിടാമുയർച്ചി എന്നിവയാണ് ലിസ്റ്റിലുള്ള മറ്റു സിനിമകൾ. അതേസമയം തിയേറ്ററിൽ വമ്പൻ വിജയമായ തുടരും ലിസ്റ്റിൽ ഇടം നേടിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.